ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ആൽബിൻ ബ്ലോഗ്സ്. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ഫാമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാറ്റ്, കവ്, ഡോഗ്, ഹെന്ന്, കവ് അതൊക്കെ ആയിട്ടൊരു ഫാമായിട്ടാണ് വന്നത്. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് തുടങ്ങാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ആദ്യം നമ്മൾ നമ്മുടെ റൂബിയുടെ അടുത്തേക്കാണ് പോകുന്നത്. വായ് ഗായ്സ്, കണ്ണ് ഉറങ്ങി കിടക്കുക കേട്ടോ ഗായ്സ്. റൂബി 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 എന്താടാ, കിടന്നുറങ്ങുമായിരുന്നോ? ആണോ, കിടന്നുറങ്ങുവാണോ? ഉച്ചഭക്ഷണമൊക്കെ തിന്നോ ഗായ്സ്? ഗായ്സ് കിടന്നോട്ടോ, ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണേ. കിടന്നോട്ടോ റൂബി റൂബി റൂബി. അപ്പോൾ ഗായ്സ് അവൻ കിടന്നോട്ടെ. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യം റൂബിയുടെ വീഡിയോ കംപ്ലീറ്റ് ആക്കി. ഗായ്സ് ആ കോഴിക്കൂടിൻ്റെ അടി വന്ന് നിന്നിട്ട് കോഴീനെ പിടിക്കണ ആളാട്ടോ. അവിടെ നേരത്തെ ഒരു കോഴിക്ക് കടി കിട്ടി കേട്ടോ ഗൈസ്. ആ കോഴി ഇപ്പോൾ കൂടി കിടക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് ഹെന്നായിട്ട് പോവാം കേട്ടോ ഗൈസ്. നിൽക്കിപ്പര ഗൈസ്, ഇതാണ് നമ്മുടെ ഹെന്നിട്ടോ ഗൈസ്. കണ്ട പോണേ പോക്ക്. നമുക്ക് ഇത് 9 കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. നമുക്ക് ഒരു 6 കോഴിക്കുഞ്ഞുങ്ങൾ കൊണ്ട് ഉണ്ട്. ഒന്ന് ചത്തുപോയി. കണ്ട ഗായ്സ്, ഞാനിവിടെ വീടെടുക്കൊന്നും മിണ്ടാതിരിക്കോ? കണ്ട ഗായ്സ്, ഇതിനിപ്പോൾ അഴിച്ചു വിട്ടത് കാരണം ശരിക്കും എടുക്കാൻ കിട്ടുന്നില്ലേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഹെന്ന് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ നേരെ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോവാം. നമ്മളിപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ അടുത്തേക്കാണ് പോകുന്നത് കേട്ടോ ഗായ്സ്. കണ്ട ഗായ്സ്, ഇവിടെ ഒരാൾ മുട്ടയിടാൻ വേണ്ടി വെച്ചിരിക്കുക. മുട്ടയിടാൻ വേണ്ടി നല്ല കുത്തു കിട്ടു കേട്ടോ ഗായ്സ്. പടിയൊക്കെ എടുത്ത് ഞാൻ അടിക്കുന്നതാണ്. ഒരു ദിവസം എനിക്ക് കുത്തു കിട്ടിയിട്ടുണ്ട്. കണ്ട ഗായ്സ് പോണേ നോട്ടം കണ്ടോ? ഇനി നമുക്ക് നേരെ നമ്മുടെ കോഴിയിലേക്ക് പോവാം. അമ്പരെ ഇത് കണ്ട ഗായ്സ്, ഇവിടെ ഇരിക്കുകയാണ്. തള്ളക്കൊരു വിവരമില്ല. കണ്ട ഗായ്സ്, 50 ഒരെണ്ണത്തിന് ഞാൻ എടുത്ത് വെച്ചിരട്ടെ ഗായ്സ്. ഇങ്ങോട്ട് പാവം വെള്ളം വിടേടാ, വെള്ളത്തുണ്ട് ഗായ്സ്. ഒരെണ്ണത്തിന് കാണിക്കട്ടെ ഗായ്സ്. നിങ്ങളൊരു കുഞ്ഞ് ഫാർമസി. നമുക്ക് പതുക്കെ അങ്ങോട്ട് കോഴിക്കോടായിരിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെയും കഴിഞ്ഞു കേട്ടോ ഗായ്സ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ചുണ്ടല്ലോ ഗായ്സ്, അടുത്ത വീഡിയോ നമ്മുടെ ഫ്ലവേഴ്സ് വീഡിയോ ആണ് കേട്ടോ ഗായ്സ്. വലിയൊരു ലോങ് വീഡിയോ ആണ് നമ്മുടെ ഫ്ലവറിൻ്റെ. അപ്പം നമുക്ക് നേരെ അതിനകത്ത് പോവാം. നമ്മൾ ആദ്യം കോഴികൾ ഫാമിൻ്റെ കഴിഞ്ഞു കേട്ടോ ഗായ്സ്. ഇത്രയും ഇവിടെയൊക്കെ ഇല്ലു കേട്ടോ. ഇനി നമ്മൾ ചെടികളുടെ ആയിട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ അടുത്ത ഫസ്റ്റ് ഫ്ലവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോസാപ്പൂ കേട്ടോ ഗായ്സ്. റോസാപ്പൂ മുട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗായ്സ്. കൊണ്ട് മുട്ട ഞാൻ ഇതായിട്ട് അന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മുടെ ആമ്പലിലേക്ക് പോവാട്ടോ. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ കേട്ടോ. കറ്റാർ വാഴയാണ്.
കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ അമ്പലപ്പൂവിലേക്ക് പോവാട്ടെ ഗായ്സ്. വെയിൽ വന്നാൽ ഇങ്ങനെ ഇരിക്കും. വെയിൽ വന്നാലുണ്ടല്ലോ വിരിയും. മഴക്കാറ് വന്നാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കുറേ പുഴുവൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ ഗായ്സ്. കണ്ടോ ഗായ്സ്? ഇത് നമ്മുടെ ഒരു ബോൾസ് എന്ന് പറഞ്ഞിട്ടൊരു പൂവാട്ടോ ഗായ്സ്. കണ്ടോ ഗായ്സ്? കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഇതൊക്കെ അസോളയാണ്. അപ്പോൾ ഗായ്സ് ഇനി ഞാനൊരു സംഭവം കൊണ്ട് കാണിച്ചുതരാം. അത് മറന്നു പോയതാണ് ഗായ്സ്. ഇപ്പോൾ വരാം. ഒരു കിളിക്കൂട് ഗായ്സ്. ഞങ്ങൾ വെച്ചതല്ല, കോഴി കൊണ്ടുവന്ന് വെച്ചതാ. കിളി കൊണ്ടുവന്ന് വെച്ചതാട്ടോ ഗായ്സ്. ഈ ഇലകാരണം ഒന്ന് കാണാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഗായ്സ് ഞാനതൊന്ന് എടുത്തു വിട്ടോ ഗായ്സ്. നല്ല ഇതാണ്. പിന്നെ ഒരു പൂവും കൂടി ഉണ്ട്, കണ്ടായിരിക്കുമല്ലേ. ഇനി നമ്മൾ നേരെ പതുക്കെ പതുക്കെ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.